പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്, ഞങ്ങൾ അങ്ങയുടെ അവകാശമാണ്. അങ്ങയെ സ്വന്തമാക്കി ജീവിക്കേണ്ടവരാണെങ്കിൽ കർത്താവെ, അങ്ങനെയൊക്കെ ജീവിക്കാതെ പോയതിന്റെ പാപങ്ങളും വീഴ്ചകളും പ്രമാണ ലംഘനങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങയുടെ മാപ്പ് ചോദിക്കുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെയോ ഞങ്ങളുടെ കുടുംബങ്ങളെയോ നശിപ്പിക്കാനായിട്ട് ഒരു പിശാചിനോ ഒരു ആഭിചാരത്തിനോ ഒരു സാത്താന്യ ശക്തികൾക്കോ ഒരു ദുരാത്മ ദുർഭുഖങ്ങൾക്കോ ഇടയാകാത്ത വിധം കർത്താവെ, അധികാരത്തോടെയുള്ള അങ്ങയുടെ പുതിയ പ്രബോധനത്തിന്റെ ശക്തിയാൽ അങ്ങയുടെ നാമത്തിൽ അങ്ങ് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സഭയുടെ അധികാരത്തിലും പൗരോഹിത്യ അധികാരത്തിലും ക്രിസ്ത്യാനി എന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുദ്രിതമാക്കപ്പെട്ട അധികാരത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലുള്ള, ഞങ്ങളുടെ കുടുംബത്തിലുള്ള, ഞങ്ങളുടെ മക്കളിലുള്ള, പാരമ്പര്യത്തിലുള്ള എല്ലാ പൈശാചിക ശക്തികളെയും അന്ധകാര ശക്തികളെയും അവന്റെ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവസാനിപ്പിച്ച് അവനെ തന്നെ ബഹിഷ്കരിച്ച് ഈശോയെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും വലിയ വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ. വലിയ പ്രാർത്ഥനയോടെ ഈ വിടുതൽ പ്രാർത്ഥനയിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവെ, അങ്ങേ സന്നദ്ധിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്ര വെച്ചുകൊണ്ട് ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. മക്കളെ, തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മയുടെയും യോസേപ്പ് പിതാവിന്റെ സാന്നിധ്യം നമ്മോട്, നമ്മുടെ കുടുംബത്തോടും നമ്മുടെ മക്കളോടും കൂടി ഉണ്ടാകട്ടെ. മാലാഖമാരുടെ സാന്നിധ്യം നമുക്ക് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെ ശക്തമായ മാധ്യസ്ഥം നമുക്ക് ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവനൊരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ മേലിലൊരിക്കലും ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, തിരുസഭയെ അസ്വസ്ഥതപ്പെടുത്തുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. ആമേൻ. വലിയ പ്രാർത്ഥനയോടെ നമ്മുടെ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് ഈശോ, ഈ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആധിപത്യങ്ങളോ അധികാരങ്ങളോ ഞങ്ങളിലേക്കോ ഞങ്ങളുടെ കുടുംബത്തിലേക്കോ ഞങ്ങളുടെ മക്കളിലേക്കോ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരിലേക്കുമോ തിന്മയായിട്ട് കടന്നു വരാൻ ഇടയാകാത്ത വിധം അങ്ങനെ തിരുരക്തം കൊണ്ട് കോട്ട കെട്ടണമേ. ഞങ്ങളുടെ മക്കളുടെ ചുറ്റും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ചുറ്റും, ഞങ്ങളുടെ വീടിന് ചുറ്റും, ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിന് ചുറ്റും, എന്നോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കൾക്കും ചുറ്റും, അവർക്കുള്ളവർക്കും അവർക്കുള്ളവയ്ക്കും ചുറ്റും തിരുരക്തത്തിന്റെ കോട്ട കെട്ടി വേലി കെട്ടി
ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് വിശ്വാസമേറ്റ് പറയാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെയും നമ്മൾ നേരിടുന്ന എല്ലാ അവസ്ഥകള്, തകർച്ചകള്, ദുരന്തങ്ങള്, ആക്രമണങ്ങള്, പൈശാചിക പീഡകള്, ദുരാത്മ ദുർഭൂതങ്ങളുടെ പ്രത്യേകമായ സ്വഭാവങ്ങളും ചില അടിമത്തങ്ങളും, ആത്മഹത്യ പ്രവണത, മദ്യപാനാസക്തി, വ്യഭിചാരാസക്തി, അനുസരണക്കേട്, അങ്ങനെയുള്ള എല്ലാ പൈശാചിക ശക്തികളും അതിന് കാരണമായ എല്ലാ മേഖലകൾ സമർപ്പിച്ചുകൊണ്ട് ഈ ബഹിഷ്കരണ പ്രാർത്ഥനയിലേക്ക് നമ്മെ, നമ്മുടെ കുടുംബത്തെ, മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിശബ്ദമായിട്ട് നിങ്ങളുടെ അവസ്ഥകള്, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികള്, ചില ആക്രമണങ്ങൾ എല്ലാം ഈശ്വര മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച മക്കളെ. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിൽ, അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും, ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയിലും സാന്നിധ്യത്തിലും ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ടും എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്തു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യമക്കളുടെ ജീവിതത്തിൽ തീരാവ്യാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവിഷ ശക്തികളെ, ഇസ്ലാമിക ജിന്നിന്റെയും ഹലാലിന്റെയും വശീകരണ യന്ത്രങ്ങളുടെയും ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരിൽ നിന്നും, ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും, ഇവരുടെ മക്കളിൽ നിന്നും, ജീവിത വഴികളിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിന്റെ കുരിശിന്റെ പാദത്തിങ്കിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇനി ഒരിക്കലും ഇവരെയോ ഇവരുടെ കുടുംബങ്ങളെയോ ഇവരുടെ മക്കളെയോ ജീവിതങ്ങളെയോ അസ്വസ്ഥതപ്പെടുത്തരുതെന്ന് കർത്താവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ നാമം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ ഈ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിതത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും രോഗങ്ങളും പീഡകളും ആപത്തുകളും അപകടങ്ങളും തെറ്റായ തോന്നലുകളും തെറ്റായ തീരുമാനങ്ങളും മരിക്കണമെന്നുള്ള ചിന്താഗതികളും ഉണ്ടാക്കുന്ന
എല്ലാ അന്ധകാര ശക്തികളെയും, അധമ വികാരങ്ങളും, വിദ്വേഷ വൈരാഗ്യങ്ങളും, കലഹങ്ങളും, ഭിന്നതകളും, സംശയങ്ങളും, ആസക്തികളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും, ദുരാസക്തികൾക്കും ദുഷ്ചിന്തകളും ഉളവാക്കുന്ന, ദുഷ്പ്രവർത്തികളും ഉളവാക്കുന്ന എല്ലാ ദുഷ്ട ആത്മാക്കളെയും, എല്ലാ തിന്മകളുടെയും വഞ്ചനകളുടെയും ഉറവിടമായ സാത്താനെയും അവന്റെ സൈന്യങ്ങളെയും അവന്റെ വഞ്ചനകളെയും എല്ലാത്തിന്റെയും ഉറവിടമായ പൈശാചിക ശക്തികളെയും പാരമ്പര്യത്തിലൂടെ, പൂർവികരിലൂടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, തലമുറയിലേക്ക്, വീട്ടിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും ദുരാത്മ ദുർഭൂതങ്ങളെയും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരുടെ ആത്മാവിൽ നിന്നും, മനസ്സിൽ നിന്നും, ശരീരത്തിൽ നിന്നും, ജീവിത സാഹചര്യത്തിൽ നിന്നും, മക്കളിൽ നിന്നും, പാരമ്പര്യത്തിൽ നിന്നും, തലമുറയിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുകയും ചെയ്തു. ഇനി ഒരിക്കലും ഇവയൊന്നും അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ തിരുരക്തം ഇവർക്കും ഇവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടവർക്കും കാവലായിരിക്കട്ടെ. അങ്ങയുടെ വിശുദ്ധ കുരിശിന്റെ അടയാളം ഇവർക്ക്, ഇവരുടെ കുടുംബങ്ങൾക്ക്, ഇവരുടെ മക്കൾക്ക് സംരക്ഷണമായിരിക്കട്ടെ. അങ്ങയുടെ ജീവദായകമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവരെ വലയം ചെയ്യുകയും എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നിത്യകന്യകയായ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും പിശാചുക്കളുടെ പേടി സ്വപ്നമായ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥവും സംരക്ഷണവും ഇവർക്കും ഇവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടവർക്കും കാവലായിരിക്കുകയും ചെയ്യട്ടെ. ഇതുവഴി അങ്ങയുടെ ഈ മക്കൾ സൗഖ്യവും ശക്തിയും വിടുതലും പ്രാപിച്ച് അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രവും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ യോഗ്യരായി തീരുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിന്റെ തിരുസന്നിധിയില് നമുക്കെല്ലാവർക്കും നമ്മെ തന്നെ സമർപ്പിക്കാം. മക്കളെ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ബന്ധിതർക്ക് മോചനം, അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനത്തിലൂടെ അനേക പിശാചുകളെ ബഹിഷ്കരിച്ച് പുറത്താക്കിക്കൊണ്ട് ഗലീലിലുടനീളം ചുറ്റി സഞ്ചരിച്ച കർത്താവ് തന്റെ പരസ്യ ജീവിതത്തില് അനേകം മക്കളെ സ്വതന്ത്രരാക്കി പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പൈശാചിക പീഡകളിൽ നിന്ന്, ആക്രമണത്തിൽ നിന്ന് ഒക്കെ മോചിപ്പിച്ചു. കർത്താവെ, ആ വലിയ ശക്തി ഞങ്ങളിലേക്ക് പ്രവഹിപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയില് ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്കൊക്കെ പ്രവഹിപ്പിക്കുന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് ഈ ആശീർവാദത്തില് ദിവ്യകാരുണ്യത്തിൽ നിന്നുള്ള ആ അധികാരത്തിന്റെ ശക്തി, പുതിയ പ്രബോധനത്തിന്റെ അധികാരത്തിന്റെ ശക്തി ഈ മക്കളിലേക്ക് ഓരോരുത്തരിലേക്കും അങ്ങ് പ്രവഹിപ്പിക്കണമേ. കർത്താവെ, ഇവർ പ്രാർത്ഥിക്കുന്ന മക്കള് പ്രാർത്ഥിക്കുന്ന മേഖലകളിലേക്കൊക്കെ അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഈ വലിയ ശക്തി പുറപ്പെടുവിച്ചുകൊണ്ട് വലിയ വിടുതലും സ്വാതന്ത്ര്യവും അതിന്റെ പൂർണ്ണതയില് അനുഭവിച്ചറിയാൻ ശരീരത്തില്, ജീവിതത്തില്, മക്കളില്, സാമ്പത്തിക മേഖലയില്, ജോലി മേഖലയില്, പഠന മേഖലകളില് അനുഭവിച്ച് ഇവരറിയണം. അതുപോലെ രക്തസാമ്പാദിച്ച സ്ത്രീ താൻ രോഗവിമുക്തിയായെന്ന് ശരീരത്തിൽ അനുഭവപ്പെട്ടതുപോലെ ഈ വലിയ വിടുതലിന്റെ വലിയ അനുഭവം ഈ മക്കൾക്കും അനുഭവപ്പെടുവാൻ ഇടയാകട്ടെ. ഇതിനെല്ലാം വേണ്ടി
ഈശോയെ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. മക്കളെ, നിങ്ങളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ഒരു വിടുതലിന് വേണ്ടി ആശീർവാദ സമയത്ത് നിങ്ങളെ നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ സമർപ്പിച്ച് ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, ആ ദിവ്യവരങ്ങൾ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക് ചിന്തിക്കൊണ്ട് ഞങ്ങളെല്ലാവരെയും അങ്ങ് വിടുതലിന്റെ ശക്തിയാൽ, അധികാരത്തിന്റെ പുതിയ പ്രബോധന ശക്തിയാൽ വിമോചനത്തിലേക്ക് നയിക്കണമേ. സൗഖ്യവും വിടുതലും സമാധാനവും എല്ലാം ഞങ്ങൾ പ്രാപിക്കട്ടെ. സ്തുതിച്ച് നന്ദിയോടെ ആശീർവാദം സ്വീകരിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ഈ വിമോചന പ്രാർത്ഥനയുടെ നൊവേനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഇവരാർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ആ മക്കളെയും ആ മേഖലകളെയും അനുഗ്രഹിക്കണമേ. നാളെ 9-ാം ദിനത്തില് കർത്താവെ, വലിയ ശക്തമായ വിടുതലും സ്വാതന്ത്ര്യവും ശരിക്കും അനുഭവിക്കത്തക്ക വിധം അങ്ങയുടെ പ്രവൃത്തികൾ അങ്ങ് പ്രകടമാക്കണമേ. നാളത്തെ ഉപവാസ പ്രാർത്ഥനയും കർത്താവ് അങ്ങയുടെ കൂടെ ഇരുന്ന് അങ്ങയുടെ കൃപയും ഐക്യവും പ്രാപിക്കാനുള്ള പ്രാർത്ഥനയും അതുപോലെ അങ്ങ് ഏറ്റെടുക്കണമേ. അനേക മക്കളെ കൂട്ടിക്കൊണ്ടുവരണമേ, അനേക മക്കളെ കൂട്ടിച്ചേർക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ.